റായിത്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനതിന് ഒരു കുറച്ച് സവാള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞേക്കണത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. റായിത്തയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് വേണം ചേർക്കാനായിട്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. ഈ ഞെരിടന എന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആവും അന്നേരം. അപ്പോൾ ഇതിങ്ങനെ എല്ലാം സ്പ്ലിറ്റായിട്ട് വരും എല്ലാം. അതാണെങ്കിൽ നമ്മൾ സവാളയൊക്കെ നമ്മൾ അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എല്ലാം കൂടെ കട്ട പിടിച്ചല്ലേ ഇരിക്കുന്നത്. ആ ഓരോ ലെയറും വിട്ട് വിട്ട് വരും നമ്മൾ ഇതിങ്ങനെ ഞെരിടുമ്പോഴത്തേക്കും. ഇനി ഇതിലേക്ക് കുറച്ച് തക്കാളി, അതും ഇതുപോലെ ഞാൻ പൊടിയായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ ഇതിൻ്റെ അകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ജീരകം. അങ്ങനെ ഒരു കുറച്ച് ജീരകം, ഒരു എന്താ പറയുക, ഒരു രണ്ട് പിഞ്ചോളം ഉണ്ടാവും ജീരകം, അതും ചേർക്കാം. പിന്നെ തൈര്, ഞാൻ നല്ല കട്ട തൈരാണ് എടുത്തത്. നല്ല കട്ട തൈര് തന്നെ എടുത്തിട്ട് ആക്കുക. ഇത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. റായിത്ത റെഡി ആയിട്ടുണ്ട്. ഇത് പുലാവിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ബിരിയാണിക്കും നല്ലത് തന്നെയാണ്. പക്ഷെ റായിത്ത എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സലാഡാണ്. അപ്പം നമുക്കത് കൂടുതലും പുലാവിൻ്റെ കൂടെയാണ് അത് പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.